വാട മാത്രം ഒന്ന് അനങ്ങി നടക്കും. ആ നിങ്ങൾ വന്നോ? നിങ്ങളെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. എനിക്ക് കുറച്ച് വിറക് വേണമായിരുന്നു. വിറകെല്ലാം തീർന്നിരിക്കുക. അത് പറയാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വണ്ടിയിലേ നല്ല കുറച്ച് വിറക് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളിപ്പോ കവലെ കൊണ്ട് വിറ്റാൽ നല്ല കാശും കിട്ടും. അത് കുഴപ്പമില്ലേ? ഇങ്ങനെ വന്നേ വിലയായിട്ടൊന്നും കൂട്ടല്ലേ. എന്റെ ഒരു സന്തോഷത്തിന് നല്ല കള്ളും നല്ല കപ്പേ ഉണ്ട്. മാറട്ടെ. ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും കാര്യം പറയും. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. പിന്നെ എനിക്കാണോ പേടി? ഞാനും പറയും. മതി. ഈ സുമാരനോട് ചോദിച്ചേ എന്റെ ഒരു മാസം പച്ചത്രയാണ്. പച്ചന്റെ കാര്യമൊക്കെ പറയാ. നീ അടിച്ച് മരിച്ച പെൻഷൻ കൂട്ടണം. എന്നാ പിന്നെ ഞങ്ങൾക്കും പെൻഷൻ വേണം. എനിക്ക് ഒരുത്തരം പേടിയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മറുപടിയിറക്കും വേണം പെൻഷൻ. ചേട്ടാ സംഘടിക്കണം, നമ്മളെല്ലാം സംഘടിക്കണം. ഇവിടെ നേരെ വണ്ണം എല്ലാം നടക്കുന്നുണ്ടോടാ. ഉള്ളവനൊന്നും ഉണ്ടാക്കും, ഇല്ലാത്തവനൊന്നും അങ്ങനെ തന്നെ. അതാണ് ശരി. ശരി ജോൺ ചേട്ടൻ പറഞ്ഞത്. പോയവന് പോയി, എനിക്കും പിള്ളേർക്കും. ജോൺ ചേട്ടാ ഇതൂടെ അങ്ങ് പിടിച്ചേ. ആ കള്ളപ്പന്നികൾ കള്ളപ്പട്ടയെ വെച്ച് എന്റെ ജോൺ ചേട്ടനെ ആൻ ചേച്ചിയും പറ്റിച്ച്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ജോൺ ചേട്ടൻ ആരും തൊടില്ല, ഒരു പഞ്ചായത്ത് പേർക്ക് ഇടൂല. അതെ അതെ ജോൺ ചേട്ടാ, ചങ്കും കറലുമായിട്ട് ചങ്കറിനും മാത്രം കൂടെ ജോൺ ചേട്ടാ. കുടുക്കി അടുക്കി രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോവാ ജോൺ ചേട്ടാ. ഞങ്ങൾ ജോണി നല്ല പൂസ. നീ ഇപ്പം പോകണ്ട വീട്ടില, കുറച്ചു നേരം കഴിഞ്ഞ് പോകാം. സൂക്ഷിച്ചു പോണേ. എടാ കാലിൽ തന്നെ വീടല്ലേ. ജോൺ ചേട്ടൻ സഹായിക്കണടാ. നമുക്ക് മെമ്പർ ഇന്ന് തന്നെ കാണാം. പട്ടയമായി കൊടുക്കണം. ജോൺ ചേട്ടന്റെ ദൈവമാണ് ദൈവം. ചുമ്മാനൊക്കെ കാര്യം അടിച്ച് മരിക്കാൻ വേണ്ടി തന്നെ വന്നതാ. ചുമ്മാ അച്ചാച്ചോട് പറയാം. വേണ്ട ശരി കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അച്ചാച്ചി വന്നു. അമ്മൂട്ടി ബാഗ് താ. ഇന്ന് നേരത്തെ ആണല്ലോ. ലക്ഷ്മിക്കൊക്കെ പഞ്ചായത്തിൽ നിന്ന് ആടിനെ കിട്ടി കേട്ടോ. നമുക്ക് ഉടനെ കിട്ടുമെന്നാ പറഞ്ഞേ. അച്ചാച്ചിക്ക് എന്തേലും വേണം? അമ്മ അച്ചാച്ചിക്ക് എന്തോരം വേണം? വലിച്ചു കയറ്റിച്ച് വന്നേക്കോ. നീ എന്നാടി ഒന്നും മിണ്ടാത്തെ? നന്നായി കഴിച്ചോ? ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. അവിടെ നോക്കി നിൽക്കാതെ വന്നേ. വന്ന് ആടിനെ പിടിച്ചേ. കെട്ടുപിടുത്ത മനുഷ്യ. ഞാൻ ഇറക്കാം. ഞാൻ ഇറക്കാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ ഓർത്തോളാം. അങ്ങനെ മോളെ ഇവിടെ ചുരത്തുന്നുണ്ടല്ലോ.
ഏ, ഓ ഇന്ന് ഇത്രയും മതി. മോളെ മാറടാ. ഏ ഏ റാണി മോളെ ഏ, റാണി, ഏ. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി പാലൊന്ന് അടുക്കളയിലോട്ട് വെച്ചേ. ആ, അത് തന്നെ. അനി അനി ആ, ആ. അനി അമ്മുക്കുട്ടി അത് കയറിക്കേ. പിന്നെ അച്ചാച്ചി ചോദിക്കട്ടെ. ഓ അച്ചാച്ചി. ഓ ചേട്ടായി, നമ്മുടെ പുതിയ ആടുകളെ എവിടെ കിട്ടും? എന്നെ വന്നാലും റാണിയാടിന്റെ കുട്ടികളുടെ സ്ഥലം ഞാൻ വിട്ടു തരില്ല. ഇന്നാടി റാണി പെണ്ണെ. ഗുടുഗുടുഗുടുക്കു. ദാ വരുന്നു അമ്മേ. ഇതെടി മുട്ട. എന്തേ ഉറങ്ങുന്നില്ലേ ഇന്ന്? ആ നീ ഇങ്ങോട്ട് വന്നേ. ഇരിക്ക്. വേണ്ട, അച്ചാച്ചി എന്നോടൊന്നും പറയണ്ട. എന്നോട് സത്യം ചെയ്ത് പറഞ്ഞാലേ ഇനി മേലിൽ കുടിക്കില്ലെന്ന്. എന്നിട്ട് ഒന്ന് കോലം കാണണം. നീ ക്ഷമിക്കണം. കുടിക്കുന്ന സമയത്ത് എന്നെ നമ്മുടെ പിള്ളേരെ ഓർത്തായിരുന്നെങ്കിൽ അച്ചാച്ചി ഇങ്ങനെ ചെയ്യുമായിരുന്നോ? അച്ചാച്ചിക്ക് എന്തേലും പറ്റിയ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അങ്ങനെ പറയല്ലേ അനി കൊച്ചേ, സംഭവിച്ചു പോയി. എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ, ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോ ആ ചങ്കരനും മാത്രം പറഞ്ഞോണ്ട് പറ്റിപ്പോയി. സാരമില്ല അച്ചാച്ചി. അച്ചാച്ചിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നൊക്കെ. ആ പിന്നെ ഞാനിന്ന് മെമ്പറെ കണ്ടു. നമ്മുടെ പട്ടയപ്രശ്നം പഞ്ചായത്തിന്റെ മീറ്റിംഗ് വന്നു. മെമ്പറെ കൊണ്ട് പറ്റില്ലെന്നാ പറയുന്നത്. അയ്യോ, അങ്ങനെ വന്നാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരില്ലേ അച്ചാച്ചി? നമ്മളെല്ലാം പോകും, വീടും സ്ഥലവും എല്ലാം പോകും. അങ്ങനൊന്നും വരത്തില്ല അച്ചാച്ചി. നമ്മുടെ കഷ്ടപ്പാട് അറിയുന്ന ദൈവം അങ്ങനൊന്നും വരുത്തത്തില്ല. ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ മക്കൾക്ക് ഈ ഗതി വരരുത്. തൊമ്മിയെ ഒരു വിറവ് കെട്ടുകാരനായിട്ട് എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ വയ്യ. അവൻ്റെ അച്ചാച്ചിയെ നോക്കി ഒരിക്കലും പഠിക്കരുത്. അതുപോലെ അമ്മു, അവൾ നിന്റെ വഴി തേടരുത്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നന്നായിട്ട് വളർത്തണം. എല്ലാം ശരിയാകും അച്ചാച്ചി. ജീവിതം മുഴുവൻ കഷ്ടപ്പാടായിരുന്നെങ്കിലും അച്ചാച്ചിക്ക് എന്നെ കിട്ടിയില്ലേ? നമുക്ക് 2 കുട്ടികളെ കിട്ടിയില്ലേ? അതിൽ പരം എന്ത് സന്തോഷം അച്ചാച്ചിക്ക് വേണ്ടത്? നീ പിള്ളേരോട് പറഞ്ഞായിരുന്നു നാളെ വല്യപ്പച്ചന്റെ ഓർമ്മ ദിവസമാണെന്ന്? പറഞ്ഞായിരുന്നു. അതാ രണ്ടാളും നേരത്തെ ഉറങ്ങാൻ കിടന്നത്. ഓർമ്മ ദിവസം പള്ളിയെ കൊണ്ടുപോകാനുള്ള പൂക്കളൊക്കെ പറിച്ചു വെച്ചിട്ടാ രണ്ടാളും കിടന്നത്. അച്ചാച്ചി വാ, നമുക്ക് കിടക്കാം. നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ?